ലോക്കൽ മാർക്കറ്റിൽ വലിയ ക്യാഷ് ഫ്ലോ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. ലോക്കൽ ആൾക്കാരുടെ കടം ഭയങ്കര ഹൈ ആണ്. എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? ഗവൺമെന്റിന് എന്ത് ചെയ്യാം? എക്സ്ട്രാ ലിക്വിഡിറ്റി കൊടുത്ത് മാർക്കറ്റിൽ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാം. ഇനി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്ന് വിചാരിക്കരുത്, നോർമൽ എക്കണോമി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? ആദ്യം സാധാരണക്കാർക്ക് 12 ലക്ഷം വരെ ടാക്സ് ഫ്രീ ആക്കി കൊടുത്തു. അപ്പോൾ അത് കൂടുതൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ആ സ്പെൻഡിങ് ഉണ്ടാവുന്നില്ല. വിചാരിച്ചൊരു നേട്ടം അവിടെ ഗവൺമെന്റിന് കൈവരിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ RBI ഡയറക്റ്റ് ഇടപെട്ട് കൂടുതൽ ബാങ്കുകൾക്ക് ഫണ്ട് ഇഞ്ചക്ട് ചെയ്തു. ഒരു 2 ലക്ഷം 3 ലക്ഷം കോടി രൂപ. ഇത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോൺ സപ്ലൈ ഒക്കെ കൂടിയിട്ട് കൂടുതൽ ലോൺ കൊടുക്കുകയും കൂടുതൽ ഫണ്ട് മാർക്കറ്റിലോട്ട് വരികയും ചെയ്യും. ഇത് ചെയ്തിട്ടും ഈ പറഞ്ഞ നിങ്ങൾ ഇൻഫ്ലേഷൻ കുറയുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. ഇൻഫ്ലേഷൻ കുറയാനുള്ള റീസൺ പ്രൊഡക്ഷൻ കൂടിയത് മാത്രമൊന്നുമല്ല, ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഡിമാൻഡ് കുറയുന്നതുകൊണ്ട് ഇൻഫ്ലേഷൻ കുറയും. ഡിമാൻഡ് കൂടുമ്പോൾ ഒരു ഇൻഫ്ലേഷൻ, ആ ഒരു കുറവും ഈ തവണത്തെ ഇൻഫ്ലേഷൻ കുറവിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ രണ്ടും ചെയ്തിട്ടും ഗവൺമെന്റിന് വിചാരിച്ചതുപോലെ മാർക്കറ്റ് ക്യാഷ് ഫ്ലോ നിയന്ത്രിക്കാനോ കൂട്ടാനോ സാധിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ മെഷറായിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ടാക്സ് കൂടി കുറച്ച് കൊടുത്തു. ഇങ്ങനെയെങ്കിലും കൺസപ്ഷൻ കൂടട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് ഞാൻ കാണുന്ന ഒബ്സർവേഷൻ.